നമസ്കാരം. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിനായി ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും നിശ്ചയ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടർബോ വാച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇപ്പോൾ റീസണിങ്ങിൻ്റെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. നമ്മൾ അനലോഗി, ക്ലാസിഫിക്കേഷൻ ഈ രണ്ട് ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കോഡിംഗ് ഡീകോഡിംഗ് ആണ്. അപ്പോൾ എന്താണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കോഡ് ഭാഷ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ കോഡ് ഭാഷ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അപ്പം ആ ഒറിജിനലി ഉള്ള ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് നമ്മളതിനെ മാറ്റുകയാണ്. അപ്പോൾ ഈ ചുമ്മാ ഒരു രീതിയിൽ അങ്ങ് മാറ്റുകയല്ല, ആ മാറ്റത്തിന് എന്തെങ്കിലും ഒരു പാറ്റേൺ വേണം. എന്നാലല്ല നമുക്ക് തിരിച്ച് അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. അതായത് ആ കോഡ് ഭാഷ തിരിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ എന്താണ് പാറ്റേൺ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ചെയ്താലേ നമുക്ക് അതിനെ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റൂ? ഡീകോഡ് ചെയ്യാൻ പറ്റും. അത് ചുമ്മാ കോഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതി ഫോളോ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും കോഡ് ചെയ്യത്തുള്ളൂ. ആ രീതി എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കോഡിംഗ് ഡീകോഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ചാൽ 3 രീതിയിലാണ്. ആൽഫബറ്റ് ടു നമ്പർ വരാം. എന്ന് വെച്ചാൽ ഒരു ആൽഫബറ്റിന് പകരം ഒരു നമ്പർ കോഡായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും വരാൻ സാധ്യത? നമ്മൾ ആൽഫബറ്റിന്റെ പൊസിഷൻ വാല്യൂവിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ആ പൊസിഷൻ വാല്യൂ ആയിട്ട് ബന്ധം വരുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇനി ആൽഫബറ്റ് ടു ആൽഫബറ്റ് ആണ് രണ്ടാമത്തെ ടൈപ്പ്. എന്ന് വെച്ചാൽ ഒരു ആൽഫബറ്റിന് പകരം വേറൊരു ആൽഫബറ്റ് തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും സാധ്യത? ആ ആൽഫബറ്റുകൾ കൂട്ടിയോ കുറച്ചോ ഒക്കെ ഒരു പ്രത്യേക ബന്ധം വരുന്ന രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇനി വേർഡ് കോഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു വേർഡിന് പകരം ഒരു കോഡ്. അപ്പോൾ അവിടെ ആ ഒരു വേർഡിന് പകരം നമ്പർ വരാം, ചിലപ്പോൾ ആൽഫബറ്റ് തന്നെ വരാം. പക്ഷെ അത് വാക്കായിരിക്കും, ഒരു പ്രത്യേക അക്ഷരമായിട്ടല്ല, ഒരു വാക്കായിരിക്കും അവിടെ കോഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഇപ്പോൾ ഈ രീതി ഇങ്ങനെയുള്ള ടൈപ്സ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇപ്പം ആദ്യം നമ്മൾ ടൈപ്പ് 1, അതായത് ആൽഫബറ്റ് ഒരു നമ്പർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പൊസിഷൻ വാല്യൂ നമ്മൾ എഴുതി വെക്കണം. ഇത് ഞാൻ എഴുതുന്ന കാര്യമൊക്കെ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. 1 മുതൽ 26 വരെയുള്ള ABCD അക്ഷരങ്ങൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അനലോഗിക്കാണെങ്കിലും അതേപോലെ സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ്, ഈ ടോപ്പിക്കിനെല്ലാം നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ ഇത് എഴുതിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ് ടീം എന്നുള്ള വാക്ക് അതിന് പകരം വന്നിരിക്കുന്നത് 205514. അപ്പം ഞാൻ പറഞ്ഞില്ല, ആൽഫബറ്റിന് നമ്പർ വരുമ്പം ചാൻസ് എന്താണ്? അവരുടെ ഒരു പൊസിഷൻ വാല്യൂ ആയിട്ട് ബന്ധം വരുന്ന രീതിയിലാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കി, ആദ്യം വന്നേക്കുന്നത് T ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ Tയുടെ പൊസിഷൻ വാല്യൂ എത്ര ആണെന്ന് നോക്കുക. എത്രയാണ്? 20. ആ 20 ഇവിടെ കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഈ 20 ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്. അടുത്ത Eയുടെ പൊസിഷൻ വാല്യൂ നോക്കുക. 5 അല്ലേ? ആ 5 തന്നെയാണ്. അതാണ് ഇവിടെ 5 ആയിട്ട് കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് Eയുടെ കറസ്പോണ്ടിങ് 5 കിടപ്പുണ്ട്. വീണ്ടും E. അപ്പോൾ നോക്കി, ഇവിടെ ഒരു 5 കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് അടുത്ത N പറഞ്ഞാൽ അപ്പോൾ ഉറപ്പിക്കാം എന്താണ്? ആ അക്ഷരങ്ങളുടെ പൊസിഷൻ വാല്യൂ തന്നെയാണ് കോഡായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പൊസിഷൻ വാല്യൂ തന്നെയാണ് കോഡായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. കാരണം എൻ്റർ എന്നുള്ള വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ പൊസിഷൻ വാല്യൂ എടുക്കുക. അപ്പോൾ Eയുടെ വാല്യൂ 5, Nൻ്റെ വാല്യൂ 14, Tയുടെ വാല്യൂ 20, E വീണ്ടും വരുമ്പോൾ 5, R വരുമ്പോൾ 18. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓപ്ഷൻ കറക്റ്റായിട്ട് നോക്കുക. 5, 14, 20, 5, 18. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ നോക്കുക. അപ്പോൾ ആ അക്ഷരത്തിന് പകരം നമ്പർ വരുമ്പം പൊസിഷൻ വാല്യൂ ആയിട്ടാണ് ബന്ധം വരുന്നത്. അപ്പോൾ അതുമായിട്ട് എന്താണ് കണക്ഷൻ നോക്കുക. അത് അതുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഇഫ് വെയിൽ VEIL, ഓക്കെ, VEIL എന്നുള്ളത് എങ്ങനെയാണ് വന്നത്? 2592 എന്നാണ് വന്നതെങ്കിൽ മീറ്റ് എന്നുള്ളതിന് പകരം എന്ത് വരും? മീറ്റ് എന്നുള്ള വാക്കിന് പകരം എന്ത് വരും? അപ്പോൾ നോക്കിയേ V. ഞാൻ പറയാം, Vയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ Vയുടെ വാല്യൂ 22. പക്ഷേ നമുക്കവിടെ 22 എന്നുള്ള രീതിയിൽ നമ്പറില്ല, ഒരു 2 വരുന്നുള്ളൂ. നമുക്ക് ഡൗട്ട് വന്നു, 22-ന് പകരം 2 വന്നപ്പോൾ ഒരു സംശയം വന്നു. അപ്പോൾ നോക്കുക, അടുത്ത അക്ഷരം നോക്കുക. അടുത്ത Eയുടെ പകരം എന്താ? Eക്ക് വാല്യൂ 5 ആണ്. അതുകൊണ്ട് ഒരു 5 അവിടെ കിടപ്പുണ്ട്, ഒരു 5 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് 5 തന്നെ വന്നിട്ടുണ്ട്. അടുത്ത Iയുടെ 9 ആണ്. അതുകൊണ്ട് അവിടെ 9 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ Eക്കും Iക്കും കുഴപ്പമില്ല. ഇനി L നോക്കി, Lൻ്റെ വാല്യൂ 12 ആണ്, പക്ഷെ വന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ Eക്കും Iക്കും കുഴപ്പമില്ല, Vക്കും Lന് മാത്രം വേറെ ഏത് രീതിയിൽ. അപ്പോൾ 4 ചോദിക്കുക. Bയുടെ 22-ന് പകരം വന്നിരിക്കുന്നത് 2 ആണ്, 12-ന് പകരം വന്നിരിക്കുന്നതും 2 ആണ്. ഇപ്പം എന്തായിരിക്കും? നിങ്ങൾ 22, 12 സൂക്ഷിച്ച് നോക്കി. എന്തായിരിക്കും? ആ 22, 12-ൻ്റെ വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പറാണ് അവിടെ കോഡായിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പറാണ് വന്നത്. പക്ഷേ Eക്കും Iയും ഒറ്റ ഡിജിറ്റ്, സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ആ നമ്പർ തന്നെ എടുത്താൽ മതി. അപ്പോൾ 2 ഡിജിറ്റ് വന്നാൽ എന്ത് ചെയ്യണം? അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് വൺസിൻ്റെ ഡിജിറ്റിലുള്ള നമ്പർ എടുക്കണം. ഇതാണ് അവിടുത്തെ കോഡിംഗ്. അപ്പോൾ പൊസിഷൻ വാല്യൂ തന്നെയാണ്, പക്ഷെ എന്താണ്
2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കണം. ലാസ്റ്റ് ഡിജിറ്റ് എടുക്കണം എന്നുള്ള ആണ് ഇവിടെ വ്യത്യാസം. ഇപ്പോൾ എമ്മിൻ്റെ എന്ത് വരും? എം 13 ആണ്, പക്ഷേ ഏതെടുക്കണം അന്നേരം? 2 ഡിജിറ്റ് ആയതുകൊണ്ട് 3 വേണം എടുക്കാൻ. ഇപ്പോൾ എമ്മിന് പകരം 3 വരും. ഇക്ക് കുഴപ്പമൊന്നുമില്ല, സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് 5 തന്നെ വരും. വീണ്ടും ഇ ആയതുകൊണ്ട് 5 തന്നെ വരും. ടി വരുമ്പോൾ എന്തായിരിക്കും അന്നേരം വരുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലേ, അപ്പോൾ 0. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എപ്പോഴും ഡയറക്റ്റ് വാല്യൂ തന്നെ ആവണമെന്നില്ല. ഇതേപോലെ ഇപ്പം ഇങ്ങനെ ഇതിന് പകരം ടെൻസിൻ്റെ പ്ലേസിലുള്ള ഡിജിറ്റും വരാം. അപ്പോൾ നമ്മൾ നോക്കി എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കി അത് മനസ്സിലാക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൽറ്റ് ഈസ് കോഡഡ് ആസ് 2419. ഓക്കെ, മെൽറ്റ് എന്ന് പറയുന്നത് 2419. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് തിമിരം എന്നുള്ളത് എങ്ങനെ വരും? ഇപ്പോൾ നോക്കി, എമ്മിൻ്റെ വാല്യൂ 13 ആണ്, പക്ഷെ വന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ ഈ 13 2 തമ്മിൽ എന്താണ്? നമുക്ക് നേരത്തെ എഴുതലാണെങ്കിൽ നോക്കുവാണെങ്കിൽ 1ഉം 3ഉം ആണ്, പക്ഷെ തന്നിരിക്കുന്ന 2 അല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ആ ഡൗട്ട് വരുന്നത് നിങ്ങൾ അവിടെ വെക്കുക. അടുത്ത് നോക്കി, ഈ 4, ഈയുടെ വാല്യൂ 5 പക്ഷെ വന്നിരിക്കുന്ന 4. അവിടെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാം? പൊസിഷൻ വാല്യൂവിൽ നിന്ന് 1 കുറച്ചായിട്ട് പറഞ്ഞുകൂടെ? പൊസിഷൻ വാല്യൂവിൽ നിന്ന് ഒരു 1 കുറച്ചായിട്ട് നമുക്ക് എടുത്തുകൂടെ? കാരണം ഈയുടെ വാല്യൂ 5 ആണ്, ഒരു 1 കുറച്ചാൽ 4 ആവും. ഇനി എല്ല് നോക്കി, എല്ല് നോക്കുമ്പം 12 ആണ്, പക്ഷെ വന്നിരിക്കുന്ന 1 ആണ്. 12ന് പകരം 1 വന്നു. അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ടിയുടെ 20 ആണ്, പക്ഷെ വന്നിരിക്കുന്ന 9 ആണ്. നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ എന്താണ് സംഭവം എന്നുള്ള മനസ്സിലാവും. ഇപ്പോൾ ഈ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, പൊസിഷൻ വാല്യൂ 1 കുറച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ എമ്മിൻ്റെ കാര്യത്തിൽ അങ്ങനെ നോക്കി, എമ്മിൻ്റെ അകത്ത് നിന്ന് എമ്മിൻ്റെ വാല്യൂ 13 ആയിരുന്നല്ലോ, 13ൽ നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 13ൽ നിന്ന് 1 കുറച്ചാൽ 12 വരുമല്ലോ, 12 വരും. ഈ 12ന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ 2? മനസ്സിലായി? 12ന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ 2? ഇനി നിങ്ങൾ അടുത്ത് നോക്കിക്കോ, ഈയുടെ നമുക്ക് ഡയറക്റ്റ് 1 കുറച്ചിരിക്കുകയാണ്. എല്ലിൻ്റെ 12, 12ൽ നിന്ന് 1 കുറച്ചാൽ 11 അല്ലേ? ഈ 11ന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ 1? ആ 1 അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത ടി നോക്കിയേ, ടി 20 ആണ്, 20ൽ നിന്ന് 1 കുറച്ചാൽ 19 അല്ലേ? ആ 19ന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ 9? ആ 9 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായോ? പൊസിഷൻ വാല്യൂ 1 കുറയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കണം. ക്ലിയർ ആയോ? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നതാണ് ആൻസർ ആയിട്ട് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? ടിയുടെ വാല്യൂ 20, 20ൽ എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം, 19. 19ന്റെ എന്ത് ചെയ്യണം? അവസാനത്തെ ഡിജിറ്റ് എടുക്കണം, 9 എന്നുള്ള എടുക്കണം. ഐയുടെ കാര്യത്തിൽ അങ്ങനെ കുഴപ്പമില്ല, 1 കുറച്ചാൽ മതി. 1 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 8 വരും. അവിടെ സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് 8 തന്നെയാണ് ആൻസർ വരും. ഇനി എം 13, 13 കഴിയുമ്പോൾ 12, അപ്പോൾ എന്താണ്? 2 വരും. വീണ്ടും ഐ വരുമ്പം ഞാൻ പറഞ്ഞത് 8 ആണ് വരും. ഡി വരുമ്പോൾ എന്താണ്? ഡിയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3. അപ്പോൾ 98283. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ വരുന്നത്, 98283. അപ്പോൾ കാര്യം ക്ലിയർ ആയപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് എന്താണ്? ഡയറക്റ്റ് പൊസിഷൻ വാല്യൂ വരുന്നു. അടുത്ത ചെയ്തപ്പോൾ പൊസിഷൻ വാല്യൂ 1 കുറയ്ക്കുന്ന വരുന്നു. സോറി, രണ്ടാമത് ചെയ്ത പൊസിഷൻ വാല്യൂ അതിൻ്റെ ലാസ്റ്റ് റേറ്റ് വന്നു. ഇപ്പോൾ ചെയ്തപ്പോൾ എന്താണ്? പൊസിഷൻ വാല്യൂ 1 കുറച്ചിട്ട് ലാസ്റ്റ് റേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയ്ക്ക് പകരം 2 വന്നു, എയ്ക്ക് പകരം 2 വന്നു, ഒയ്ക്ക് പകരം 30 വന്നു, എക്സിന് പകരം 48 വന്നു എങ്കിൽ SAW അതിന് പകരം എന്ത് വരും? ഇപ്പം എന്താണ് ബന്ധം നോക്കി. എയുടെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? എയുടെ ഒറിജിനൽ വാല്യൂ 1 ആണ്, പക്ഷേ അവർ അതിന് പകരം കോഡായിട്ട് എടുത്തത് എന്താണ്? 2 ആണ്. അടുത്ത ഓ നോക്കി, ഓയുടെ ഒറിജിനൽ വാല്യൂ 15 ആണ്, അവരെടുത്തിരിക്കുന്നത് 30 ആണ്. എക്സിന്റെ ഒറിജിനൽ വാല്യൂ 24 ആണ്, എടുത്തിരിക്കുന്നത് 48. അപ്പോൾ കാര്യം മനസ്സിലായി കാണും. എന്താണ്? പൊസിഷൻ വാല്യൂ എടുക്കുക, അതിനെ എന്ത് ചെയ്യുക? അതിന്റെ ഇരട്ടി എടുക്കുക, അതായത് ഇൻറ്റു 2 ചെയ്യുക. ശരിയല്ലേ? എല്ലാത്തിനും അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. പൊസിഷൻ വാല്യൂ എടുത്തിട്ട് അതിന്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 അക്ഷരമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിലല്ല ഒറ്റ അക്ഷരമേ ഉള്ളൂ, പക്ഷെ നമുക്ക് തന്നിരിക്കുന്നതിന് 3 അക്ഷരമുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എസിന്റെ വാല്യൂ 19 ആണ്. അപ്പോൾ 19 × 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 38 വരും. ഓക്കെ, എയുടെ വാല്യൂ 1 ആണ്, നമ്മൾ ഇരട്ടി എടുത്താൽ എത്ര വരും? 2 വരും. ഡബ്ല്യുവിന്റെ വാല്യൂ 23 ആണ്, നമ്മൾ ഇരട്ടി എടുത്താൽ 46 വരും. ഇവിടെ 38 to 46 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ എല്ലാം അല്ലാതെ 2 ഡിജിറ്റ് നമ്പറും 1 ഡിജിറ്റ് നമ്പറുമാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവം? ഇവരുടെ സമ്മായിട്ട് വരാനുള്ള സാധ്യത, ഇവരെ കൂട്ടി നോക്കുന്നതായിട്ട് വരാനുള്ള ചാൻസ്. കാരണം ഇവിടെ നമുക്ക് ഒറ്റ ഡിജിറ്റ് ഒറ്റ അക്ഷരം തന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 38 × 2 40, 40 46, 86 എന്ന് വരും. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 86 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ. 86 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ കാര്യം ക്ലിയർ. അപ്പോൾ ഇങ്ങനെ വരാം. പൊസിഷൻ വാല്യൂവിൻ്റെ ഇരട്ടി, അതിൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിലും വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പിക്ചർ ഈസ് കോഡഡ് ആസ് 6
സ്റ്റുഡിയോ as 5 then television will be quoted as. ഞാനിവിടെ ABCD എന്നുള്ളത് ആ ഒരു ഫിഗർ ആഡ് ചെയ്തില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും, പൊസിഷൻ വാല്യൂ ആയിട്ട് ഇവിടെ ബന്ധമൊന്നും വരുത്തില്ല. കാരണം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം. കാരണം പിക്ചർ എന്നുള്ള ഇത്ര അക്ഷരമുണ്ട്, പക്ഷെ ഒറ്റ ഡിജിറ്റ് ആയിട്ടാണ് നമുക്ക് ആ കോഡ് വന്നിരിക്കുന്നത്. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര അക്ഷരമുണ്ട്, പക്ഷെ ഒറ്റ നമ്പർ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണപ്പെടുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ നിങ്ങൾ ഇവരുടെ സമ്മുമായിട്ട് നോക്കരുത്. സമ്മുമായിട്ട് ബന്ധം വരാം, ഈ അക്ഷരങ്ങൾ സമ്മുമായിട്ടും ഈ നമ്പറിന് ബന്ധം വരാം. പക്ഷെ ഇവിടെ സം എടുക്കുമ്പോൾ എന്തായാലും 6 എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അവിടെ ചെറിയ നമ്പർ വന്നതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം? ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് ഈ ഒരു വലിയ വാക്കിനെ ഒരു ചെറിയ നമ്പറായിട്ടൊക്കെ വരുന്ന കേസിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ആ വാക്കിലെ അക്ഷരങ്ങളുടെ എണ്ണമായിട്ടായിരിക്കാം ബന്ധം വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി എത്ര അക്ഷരമുണ്ട് പിക്ചർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 അക്ഷരമുണ്ട്. വന്നിരിക്കുന്ന 6 ആണ്. ഇനി അടുത്തവിടെ നോക്കി, ഇവിടെ 1 2 3 4 5 6 അക്ഷരമുണ്ട് വന്നിരിക്കും. ഇവിടെ 7 അക്ഷരം വന്നപ്പം വന്നത് 6, ഇവിടെ 6 അക്ഷരം വന്നത് 5. ഇപ്പൊ എന്താണ് കാര്യം മനസ്സിലായോ? നമ്പർ ഓഫ് ലെറ്റേഴ്സ് എടുക്കുക, ആ അക്ഷരങ്ങളുടെ എണ്ണം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യും? 1 കുറയ്ക്കുക. അങ്ങനെയാണ് ടെലിവിഷൻ എന്നുള്ളതാണ് ചോദിച്ചത്. അതിന്റെ അക്ഷരം എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 -1 9 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. കാര്യം ക്ലിയർ ആയ? 10 -1 9 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന അക്ഷരങ്ങളൊക്കെ എണ്ണാം. ഓക്കെ, അതിന് കുഴപ്പമില്ല. അപ്പം ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ. ഇപ്പോൾ കാര്യം ക്ലിയർ ആയ? ഈ രീതിയിലാണ് ഇപ്പം എല്ലാ ക്വസ്റ്റ്യനും ഡയറക്റ്റ് പൊസിഷൻ വാല്യൂകൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് കയറി വരാം. അപ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് അവിടെ കണക്ട് ചെയ്യാൻ പറ്റണം. അക്ഷരങ്ങളുടെ എണ്ണമായിട്ടായിരിക്കും എന്ന് വരുന്നത് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റണം. ആ രീതിയിൽ ആൻസർ എടുക്കുക. ഓക്കെ, നമ്മൾ ആൽഫബറ്റ് ടു നമ്പർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ആൽഫബറ്റിന് പകരം ആൽഫബറ്റ് തന്നെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അക്ഷരങ്ങൾക്ക് പകരം അക്ഷരങ്ങൾ തന്നെയാണ് കോഡായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ABCDയുടെ ആവശ്യം വരും. ഇപ്പോൾ നോക്കി ലിക്വിഡ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ആൽഫബറ്റ് അനലോഗ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ആൽഫബറ്റ് അനലോഗ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ കോഡിംഗ് ക്വസ്റ്റ്യനകത്ത് കോഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ കോഡിംഗ് എന്നൊക്കെ ഒരു വാക്ക് വരുന്നതേ ഉള്ളൂ. നമ്മൾ ആൽഫബറ്റ് അനലോഗിയിൽ ചെയ്ത അതേ സംഭവം തന്നെയാണ്. അപ്പൊ അത് ക്ലാസ് കണ്ടവർക്കാണ് ഇത് പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാവും. PMUYMH ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതിന്റെ താഴെ എഴുതുക. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ട എങ്ങനെയാണ്, L എങ്ങനെ P ആയി, I എങ്ങനെ M ആയി, ഇപ്പൊ ഇങ്ങനെയാണോ ഇവിടെ എങ്ങനെയാണ് ബന്ധം വരുന്നത് നോക്കാം. ഇപ്പൊ എപ്പോഴും നേരെ നേരെ തന്നെ ആവണമെന്നില്ല, റിവേഴ്സ് രീതിയിലും വരാം. നമ്മൾ നേരെ നേരെ നോക്കാം. ഇപ്പൊ LP നോക്കി, L 12 ആണ്, P 16 ആണ്. ഇപ്പൊ എന്തായിരിക്കും? 4 കൂടി നല്ല +4 എന്ന് ഡിനോട്ട് ചെയ്യാം, +4. അടുത്ത IM, I 9 M 13, അവിടെ എന്താണ്? +4 തന്നെയാണ്. QU Q 17 U 21, അവിടെ എന്താണ്? +4 തന്നെയാണ്. അടുത്ത U എങ്ങനെ Y ആയി? U 21 Y 25, അവിടെ എന്താണ്? +4. അടുത്ത IM നമ്മളിവിടെ നോക്കിയതല്ല IM, അപ്പൊ അവിടെ എന്താണ്? +4 വരും. DH D 4 H 8, അവിടെ എന്താണ്? +4. അപ്പൊ കാര്യം ക്ലിയർ ആണ്. എന്താണ്? +4 എന്നുള്ളതാണ് കോഡിംഗ് ആയിട്ട് വരുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുക? ചോദിച്ചിരിക്കുന്ന സ്പേസ്, ഇപ്പൊ സ്പേസ് എന്നുള്ളത് കോഡ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ 4 കൂട്ടുന്നതാണ്. 19 4 23 W. ഓക്കെ, P +4 P 16 4 20 T. A +4 5 എന്ന് പറയുന്നത് E ആണ്, WTE. C +4 എന്ന് പറയുമ്പോൾ 3 4 7 ആരാണ്? G. ഓക്കെ, E +4 E 5 ആണ്, 5 4 9 I. WTEGI. ഓപ്ഷൻ ബി ആണ് ആൻസർ. കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ 4 കൂട്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് KIN is written as PR. അങ്ങനെയാണെങ്കിൽ ത്രെഡ് എന്നുള്ളത് എങ്ങനെ വരും? ത്രെഡ് എന്നുള്ളത് എങ്ങനെ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, K നമ്മൾ ആദ്യം ഡയറക്റ്റ് നോക്കാം, നേരെ നോക്കാം. നേരെ റിലേഷൻ കിട്ടാത്തപ്പോഴാണ് നമ്മൾ റിവേഴ്സ് ചെയ്തതിലൊക്കെ നോക്കുന്നത്. ഇപ്പോൾ Kയും P തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയേ. K 11 P 16 +5 എന്ന് ഡിനോട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ, അവിടെ ഇവിടെ ആ Kയും P കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കണ്ടോ? ഓപ്പോസിറ്റ് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഓപ്പോസിറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് അറിയില്ല +5 ആണോ അത് ഓപ്പോസിറ്റോ ആവാം. അപ്പൊ അടുത്തേം കൂടെ നോക്കുമ്പോൾ ഒരു കൺഫേം ആവും. കണ്ട Iക്ക് പകരം 6 അല്ലേ? കണ്ട I 9 6 18 +9 ആവത്തില്ല. പക്ഷെ കണ്ട് ഇവിടെയും കണ്ടോ ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ നമുക്കൊന്ന് ഉറപ്പിക്കാം. അടുത്തവിടെ നോക്കിയാൽ ഉറപ്പിക്കണ്ട NM. അപ്പൊ കൺഫേം എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അവിടെ നിങ്ങൾ +5 +9 എന്നുള്ള രീതിയിലല്ല എടുക്കേണ്ടത്. എല്ലാവരും ഓപ്പോസിറ്റ് അല്ല, ഡയറക്റ്റ് ആ ആളുടെ ഓപ്പോസിറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? എല്ലാവരുടെ ഓപ്പോസിറ്റ് എടുക്കുക. എല്ലാവരുടെ ഓപ്പോസിറ്റ് വരുന്ന അക്ഷരം എടുക്കുക.
അപ്പോൾ നമ്മുടെ ആൻസർ ആവും. ടിയുടെ ഓപ്പോസിറ്റ് ആരാണ്? ജി. അപ്പോൾ ജിയിലാണ് നമ്മുടെ തുടങ്ങുന്നത്. നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ എല്ലാ ഓപ്ഷനും ജിയിലാണ് തുടങ്ങുന്നത്. എച്ച് ഓപ്പോസിറ്റ് ആര് വരും? എസ്. ഓക്കെ, ജി എസ്. അപ്പോൾ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. വീണ്ടും 3 ഓപ്ഷൻ റിമൈനിങ് ആണ്. അടുത്ത ആറിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? ആറിൻ്റെ ഓപ്പോസിറ്റ് ആയി ജി എസ് ആയി. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ അതൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഇയുടെ ഓപ്പോസിറ്റ് ആരാണ്? വി. അടുത്ത വി വരും. അടുത്ത എയുടെ ഓപ്പോസിറ്റ് ഇസഡ് വരും. എയുടെ ഓപ്പോസിറ്റ് ഇസഡ് വരും എന്ന് പറയാൻ നമുക്ക് ഒരാളുടെ നമുക്ക് ആൻസർ എടുക്കാം. കാരണം എന്താണ്ട് ജി എസ് ഐ വി ഇസഡ് എന്ന് വരുന്ന ഈ ഒരു ഓപ്ഷനുള്ള ഇതാണ് ആൻസർ വരും. കാരണം ഇവിടെ കണ്ടോ, ഇവിടെ ഡബ്ല്യു ഇവിടെ വൈയും ആണ്. ഇവിടെ ഇസഡ് വന്നുകൊണ്ട് എടുക്കാം. ഇനി അടുത്ത എടുക്കണമെങ്കിൽ നിങ്ങൾ നോക്കാം, ഡിക്ക് പകരം ഡബ്ല്യു. ഇവിടെ അടുത്ത ആൻസർ തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ജി എസ് ഐ വി ഇസഡ് ഡബ്ല്യു എന്നുള്ളതാണ് ആൻസർ. അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ കോഡിങ്ങിന്റെ രീതി. ഓപ്പോസിറ്റ് അക്ഷരം എടുക്കുക എന്നുള്ളതാണ്. കാര്യം ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഞാൻ ABCD ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതിന്റെ ആവശ്യം കാണില്ല. ഇപ്പോൾ നോക്കി, ഇനഫ് എന്നുള്ളത് എന്താണ് വന്നിരിക്കുന്നത്? ONEHG. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം, ഈ ഇനഫ് എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണ് ഇവിടെ താഴെ വന്നിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ആ ഇ എൻ ഓയും ഒക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് ആ തന്നിരിക്കുന്ന വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണ് കോഡ് ചെയ്യുമ്പോഴും വരുന്നതെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കൂട്ടോ കുറയ്ക്കോ ഒന്നും ആയിരിക്കത്തില്ല, അറേഞ്ച്മെന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അക്ഷരങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുമായിരിക്കും. അതെങ്ങനെയാണ് അറേഞ്ച്മെന്റ് എന്ന് മാത്രം കണ്ടുപിടിക്കുക. നോക്കിയേ, കണ്ടേ ഈ അല്ലേ താണ്ട് ഇങ്ങോട്ട് പോയേക്കുന്നത്, ഈ ഇങ്ങോട്ട് പോയി, എൻ താണ്ട് ഇങ്ങോട്ട് വന്നു, ഓ ഇങ്ങോട്ട് വന്നു, ഉണ്ടോ? ഇനി ഇവിടെ ആണെങ്കിൽ ആണ്ട് യു ഇങ്ങോട്ട് പോയി, ജിക്ക് മാറ്റമൊന്നുമില്ല, ജി അവിടെ തന്നെ, എച്ച് ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയല്ലേ കാര്യം. അപ്പോൾ 3 പേര് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതേപോലെ ആരെ എടുക്കുക, എക്സസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ അതിനെ മാറ്റാണ് ഇവിടെ 3 പേരെ വെച്ച് മാറ്റുക. അപ്പോൾ ഇ ഇങ്ങോട്ട് പോകും, എക്സ് ഇങ്ങോട്ട് വരും, സി ഇങ്ങോട്ട് വരും. CXE എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് വരത്തില്ല എന്നേ പറയാൻ പറ്റും. ബാക്കി 3 ആണ്, ഇതും വരത്തില്ല എന്ന് പറയാം. ബാക്കി 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ള് കണ്ടുപിടിക്കാം. അപ്പോൾ ഇ ഇങ്ങോട്ട് പോകും, ഈ എസിന് മാറ്റമൊന്നുമില്ല, ഈ എസ് ഇങ്ങോട്ട് വരും, SSC എന്ന് വരുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, എന്നിട്ട് ഈ രീതിയിൽ ചില ക്വസ്റ്റിന് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുകയാണ്. അവിടെ പ്രത്യേകിച്ച് കൂട്ട് കുറയ്ക്കുക ചെയ്യുന്ന രീതിയിലൊന്നുമല്ല, ഡയറക്റ്റ് അറേഞ്ച് ചെയ്താൽ മതി അക്ഷരങ്ങൾ. അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ആ വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണോ വന്നിരിക്കുന്നത്, ഈ വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണോ കോഡ് ചെയ്തപ്പോഴും വന്നേ നോക്കിയാൽ മതി. ഇപ്പം കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ അറേഞ്ച്മെന്റ് ആണെന്നുള്ള. ഇവിടെയും കണ്ട സ്കാഷ് എന്നുള്ളത് CSRAEC. അപ്പൊ ഇത് കാണുമ്പോഴും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം എന്താ, ഈ സ്കാഷ് എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണ്. ഇവിടെ എന്തായിരിക്കും, ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് വന്നതെന്ന് നോക്കി. ആണ്ട് ഈ എസ് ഇങ്ങോട്ട് പോയി, സി ഇങ്ങോട്ട് പോയി. ഓക്കെ, എ ഇങ്ങോട്ട് പോയി, ആർ ഇങ്ങോട്ട് വന്നു, സി ഇങ്ങോട്ട് പോയി, ഇ ഇങ്ങോട്ട്. അപ്പൊ എന്താണ് ഇവിടെ 2 പേര് സ്പ്ലിറ്റ് ചെയ്താൽ പോരാ. അല്ലെങ്കിൽ 2 പേര് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല. അപ്പൊ അതേപോലെ എന്ത് ചെയ്യുക, സ്റ്റേബിൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേബിൾ എന്നുള്ളതാണ് അതേ രീതിയിൽ തന്നെ മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ 2 പേരെ വെച്ച് മാറ്റി കഴിഞ്ഞാൽ എസ് ഇങ്ങോട്ട്, ടി ഇങ്ങോട്ട്. അപ്പൊ TS ഇങ്ങനെ വരും, എ ഇങ്ങോട്ട്, ബി ഇങ്ങോട്ട്, TSBA എന്ന് പറയുന്ന ഓപ്ഷൻ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആൻസർ വരും. അടുത്ത് നോക്കിയാൽ കണ്ട എൽ ഇങ്ങോട്ട് വരും, ഇ ഇങ്ങോട്ട് വരും. TSBA EL എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ രീതിയിൽ ഇവിടെ അറേഞ്ച്മെന്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ABCD പൊസിഷൻ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആൽഫ ടു ആൽഫ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർഡ് കോഡിംഗ് ആണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ് കോഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ വേർഡ് കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ 415 is written as മിൽക്കി സോട്ട്. ഇപ്പൊ ഈ മിൽക്കി സോട്ട് എന്ന് പറയുന്നത് ഈ ഒരു വാക്കിന് പകരമാണ് 415. ഇപ്പൊ എന്താണ് ആ ഒരു മിൽക്ക്, ഇവിടെ ഒരു വാക്കിന് പകരം ഒരു നമ്പർ എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഒരു അക്ഷരത്തിന് പകരം ഒരു നമ്പർ അല്ല. കാര്യം മനസ്സിലായി. അതായത് ഈ ഞാൻ 415 ആണ് മിൽക്കി സോട്ട്, ഞാൻ തിരിച്ചെഴുതാണ് മിൽക്ക് ഈസ് ഹോട്ട്. ഇതിന് പകരമാണ് എന്ത് 415 എന്ന് വന്നത്. അതായത് ഇവിടെ ഒരു വാക്കിന് പകരമാണ് 4, ഒരു വാക്കിന് പകരമാണ് 1, ഒരു വാക്കിന് പകരമാണ് 5. അതായത് ഇവിടെ 3 വാക്കുണ്ടല്ലോ, ഈ 3 വാക്കിന് പകരം 3 നമ്പേഴ്സ് വന്നിരിക്കുകയാണ്. അല്ലാതെ ഇപ്പൊ മിൽക്കിനകത്ത് എമ്മിന് പകരം 4, ഐക്ക് പകരം അങ്ങനെയല്ല. മനസ്സിലായോ? ആ രീതിയിലാണ് ഇവിടെ കോഡിങ് വന്നത്. അടുത്ത് നോക്കി 18 is written as ഹോട്ട് സൂപ്പ്. ഞാൻ ആ വാക്ക് ആദ്യം നമ്പർ 2ാമത് എഴുതുവാണ്, ഹോട്ട് സൂപ്പ് എന്നുള്ളത് എന്താണ് 18. അപ്പൊ കണ്ടോ ഇവിടെ 2 വാക്ക് 2 നമ്പർ. ഇനി അടുത്ത് നോക്കി
895 is written as soup is tasty. Soup is tasty എന്നുള്ളത് 895. അപ്പോൾ 3 വാക്ക് 3 നമ്പർ. കാര്യം മനസ്സിലായത്, ഒരു വാക്കിന് പകരം ഒരു നമ്പർ, ആ നമ്പറിന് പകരം വേറെ ഇപ്പുറത്ത് എന്ത് തന്നെ വരാം, ആൽഫബറ്റ് തന്നെ വരാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വാക്കിന് പകരം നമ്പറാണ്, പക്ഷേ ഓർഡറിലല്ല. അതായത് മിൽക്കിന് പകരം 4, ഈസിന് പകരം 1, അങ്ങനെയല്ല. അങ്ങനെയാണ് നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കും. കാരണം ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് നമ്പർ റെപ്രസെന്റ്സ് ടേസ്റ്റി. ടേസ്റ്റി എന്നുള്ളതാണ്. ഒരു വാക്കിന് പകരം നമ്പർ ഓർഡറിലാണ് കിടക്കുന്നതെങ്കിൽ ടേസ്റ്റിക്ക് പകരം 5 എന്ന് വരും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത്. 5 എന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ കിടക്കുന്ന ഓർഡറിലല്ല ഇപ്പോഴത്തെ നമ്പർ വന്നേക്കുന്നത്. ഓർഡർ മാറി തിരിഞ്ഞ് വരാം. പക്ഷെ കാര്യം ഇതാണ്, ഈ വാക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അതിന് പകരമുള്ള നമ്പർ അവിടെ വരും. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതേ ഉള്ളൂ, കണ്ടുപിടിക്കേണ്ട വാക്ക് നോക്കി. ടേസ്റ്റി അല്ലേ, നിങ്ങൾ ആ ടേസ്റ്റി എന്നുള്ള വാക്ക് നോക്കി. ടേസ്റ്റി എന്നുള്ള വാക്ക് വരുന്നത് ഇതിനകത്താണല്ലോ. ടേസ്റ്റി എന്നുള്ള വാക്ക് കോമൺ ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടേസ്റ്റിയുടെ കൂടെയുള്ള വാക്കുകളുണ്ടോ? സൂപ്പും ഈസും. ഈ സൂപ്പിന്റെ ഈസിന്റെയും കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റിയുടെ കോഡ് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പൊ ഈ സൂപ്പിന്റെ എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ, ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും സൂപ്പ് എന്നുള്ള വാക്ക് വരുന്ന നോക്കിയാണ്ട് ഇവിടെ അല്ലാതെ സൂപ്പ് വരുന്ന വാക്കാണ്ട് ഇവിടെ സൂപ്പ് വരുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഒരു വാക്കിന് ഒരു നമ്പർ ഫിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൂപ്പിന് പകരമുള്ള നമ്പർ ഇവിടെയും കാണും ഇവിടെയും കാണും. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള നമ്പർ ആരാ നോക്കി? 8 അല്ലേ? അതുകൊണ്ട് ഇവിടെ സൂപ്പ് ഉണ്ട്, ഇവിടെ. അങ്ങനെയാണെങ്കിൽ സൂപ്പിന് പകരമുള്ള നമ്പർ ആണ് ഇവിടെയും വരും ഇവിടെയും വരും. അപ്പൊ ആരാണ് ആ ഒരാൾ കോമൺ ആയിട്ട് വരുന്ന ആളാരാ? 8 അല്ലേ? 8 ഇവിടെ ഉണ്ട് 8 ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കണം അതിൽ നിന്ന്? സൂപ്പിന് പകരം വരുന്ന കോഡാണ് 8. ഇനി നമ്മൾ ഈസിന് പകരം എന്ത് വരുന്നൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റിക്ക് എന്താണെന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ ഈസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈസ് കോമൺ വരുന്ന വാക്കുകൾ നോക്കി, ഈസ് കോമൺ വരുന്ന കാര്യങ്ങൾ നോക്കി. ഈസ് ഇവിടെ ഉണ്ട്, ഈസ് ഇവിടെ ഉണ്ട്, താണ്ട് ഈസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒന്നാമത്തിനകത്തും മൂന്നാമത്തിനകത്തും കോമൺ വരുന്ന നമ്പർ നോക്കി. ഇവിടെ ആണ് 4, 1, 5. ഇവിടെ ആണെങ്കിൽ ഇനി ബാക്കിയുള്ള 9, 5. അപ്പൊ ആരാണ് കോമൺ ആയിട്ടുള്ള? 5 അല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈസ് എന്നുള്ളതിന് പകരമാണ് 5 എന്നുള്ള നമ്പർ. ഇനി എളുപ്പമല്ലേ? ഈ സൂപ്പ് ഈസ് ടേസ്റ്റിക്ക് പകരമാണ് 8, 9, 5. അപ്പൊ ഇവർ രണ്ടുപേരുടെ കോഡ് കിട്ടിയ സ്ഥിതിക്ക് ടേസ്റ്റിയുടെ കോഡ് എന്താണ്? 9 എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വാക്കിന് പകരം നമ്പർ, അപ്പൊ അത് കോമൺ വരുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഓരോ വാക്കിന്റെ നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം ക്ലിയർ ആയ? ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. This is done means 792. Okay, this is done. This is done means 792. That is remaining. That is remaining means 824. Remaining is done. Remaining is done എന്നുള്ളതാണ് 298. ചോദിച്ചിരിക്കുന്നത് നോക്കുക. ചോദിച്ചിരിക്കുന്ന കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. ഡൺ, ഡൺ എന്നുള്ള വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കി, ഡൺ എന്നുള്ള വാക്ക് കോമൺ ഉണ്ടോ നോക്കി. ഡൺ എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടിടത്തും കോമൺ വരുന്ന നമ്പർ നോക്കിയാൽ പോരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമൺ വരുന്ന നമ്പർ നിങ്ങൾ നോക്കുമ്പോൾ 9292 രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ എന്താണ് നമുക്ക് അവിടെ കുഴപ്പം പറ്റിയേ? ഡണ്ണ് മാത്രമല്ല കോമൺ, ആരും കൂടാണ് കോമൺ. എന്താണ്ട് ഈസും ഡണ്ണും, ഇവര് രണ്ടുപേരും കോമൺ ആണ്. അതുകൊണ്ട് ഈസും ഡണ്ണും ഇവിടെ ഉണ്ട്, ഈസും ഡണ്ണും ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 2 നമ്പർ വന്നത്. കാര്യം മനസ്സിലാക്കാം. നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഈസ് ഡണ്ണിന് പകരമാണ് 9ഉം 2ഉം. 92 താണ്ട് 92 ഇവിടെ ഉണ്ട്, 92 ഇവിടെ ഉണ്ട്. പക്ഷേ ഈസിന് പകരം എന്താണ്, ഡണ്ണിന് പകരം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഈസിന് പകരം 9 ആവാൻ 2 ആവാം, ഡണ്ണിന് പകരം 9 ആവാൻ 2 ആവാം. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആളിനെ എന്താന്ന് പറയാമല്ലോ. അപ്പൊ ഇതിൽ ആരെങ്കിലും ഇനി കണ്ടുപിടിക്കാൻ നോക്കി. ഇനി നിങ്ങളൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡണ്ണിന് വേറെ വരുന്നില്ല, പക്ഷേ ഈസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈസ് ഇവിടെ ഉണ്ട്. ഈസ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ 9ൽ 2ലും ഒരാൾ ഇവിടെ കാണുമല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കണം. 9ൽ 2ലും ഒരാൾ ഇവിടെ കാണും. ആരാണുള്ളത്? 2 അല്ലേ? അപ്പൊ നോക്കി അതിന് എന്ത് മനസ്സിലാക്കണം? ഈസിനും 2നും പകരമാണ് 9, 2. അപ്പൊ അതുകൊണ്ട് ഈസിന് പകരം ഒരു 2 ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഈസ് വരുന്ന വാക്കിനകത്ത് 2 കിടപ്പുണ്ട്. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? ഈസിന് പകരമാണ് 2. അപ്പൊ ഉറപ്പിക്കാം ഡണ്ണിന് പകരമായിരിക്കും 9. കാര്യം മനസ്സിലായോ? 9, 2 ആണ് ഈസിന് 2നും പകരം വരുന്നത് എന്നുള്ളത് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈസ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഡണ്ണില്ല. അപ്പൊ ഇവിടെ 2 വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഉറപ്പിക്കാം ഈസിന് പകരമാണ് 2, ഡണ്ണിന് പകരമാണ് 9. അപ്പൊ ചോദിച്ചിരിക്കുന്ന ഡണ്ണല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a certain code language, pin, tin, fin. Okay, means delicious red food. ഓക്കെ, ഞാൻ ആ ഡെലീഷ്യസ് റെഡ് ഫുഡ് എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യമായിട്ട് മറ്റു രണ്ടായിരുന്നു. ഡെലീഷ്യസ്
റെഡ് ഫുഡ്. ഡെലീഷ്യസ് റെഡ് ഫുഡ് എന്നുള്ള പകരമുള്ള കോഡാണ് എന്ത്? ഇവിടെ കണ്ടോ, ഇവിടെ ആ നമ്പർ പകരം വേറൊരു വാക്കായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. കണ്ടോ, പിൻ, ടിൻ, ഫിൻ. ഇവിടെ ഒരു വാക്കിന് പകരം വേറെ വാക്കാണ്. ക്ലിയർ ആയോ? കാര്യം മനസ്സിലാക്കി? ഒരു വാക്കിന് പകരം ഒരു വാക്കാണ്. അത് ഇവിടെ 3 വാക്കുണ്ട്, അതിന് പകരം ഇവിടെ 3 വാക്ക് വന്നു. ഇവിടെ വരുന്ന അർത്ഥമില്ലാത്ത വാക്കുകളാണ്, അത് നോക്കണ്ട. നമുക്ക് ഇപ്പുറത്ത് വരുന്നത് ഒറിജിനലി ഉള്ള വാക്കുകളാണ്. നോക്കി, അടുത്ത് നോക്കി. ടൈ ഡിപ് സിക് മീൻസ് ബ്യൂട്ടിഫുൾ യെല്ലോ റോസ്. ഞാൻ അത് ആദ്യം എഴുതുന്നേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ യെല്ലോ റോസ് ആദ്യം എഴുതുകയാണ്. തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ യെല്ലോ റോസ്. ഓക്കെ, അതിന് പകരമുള്ളതാണ് ടൈ ഡിപ് സിക്. ടൈ ഡിപ് സിക് എന്ന്. ഓക്കെ, അടുത്തത് സിക് പാൻ ഫിൻ മീൻസ് റോസ് ആൻഡ് ഫുഡ്. റോസ് ആൻഡ് ഫുഡ്. റോസ് ആൻഡ് ഫുഡ് എന്നുള്ള സിക് പാൻ ഫിൻ. സിക് പാൻ ഫിൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു വാക്കിന് പകരം വേറെ വാക്കാണ് കോഡ്. ഇപ്പൊ 3 വാക്ക്, ഇവിടെ 3 കോഡ്. ഇപ്പൊ ഇവിടെ നേരത്തെ ഇതുപോലെ തന്നെ കോമൺ വരുന്ന രീതിയിൽ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. ഫുഡ് അല്ലേ? അപ്പൊ ഫുഡ് വരുന്ന വാക്ക് നോക്കി. ഫുഡ് വരുന്നത്, ഫുഡ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഫുഡ് രണ്ടിടത്തുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഇവിടെ ഫുഡ് മാത്രമേ കോമൺ ഉള്ളത് നോക്കണം. നോക്കി, ഇവിടെ റോസ് ആൻഡും ഇവിടെ ഡെലീഷ്യസ് റെഡ്. അപ്പം ഫുഡ് എന്നുള്ള വാക്ക് മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫുഡ് എന്നുള്ള വാക്ക് മാത്രമേ കോമൺ ഉള്ളെങ്കിൽ ഈ വാക്കിന് ഇതിനകത്തും ഈ സെന്റൻസിനകത്തും ഫുഡ് മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുഡിന്റെ കറസ്പോണ്ടിങ് കോഡ് ഇവിടെ രണ്ടിടത്തും വരുമല്ലോ. അപ്പോൾ ആരാ നോക്കി, ഇവിടെ ആണെങ്കിൽ പിൻ, ടിൻ, ഫിൻ. ഇവിടെ ആണെങ്കിൽ സിക്, പാൻ, ഫിൻ. അപ്പോൾ ആരാണ് രണ്ടിടത്ത് ഒരുപോലെ വരുന്ന ആള്? ഫിൻ അല്ലേ? ഫിൻ ഇവിടെയുണ്ട്, ഫിൻ ഇവിടെയുണ്ട്. ഇവിടെ വേറെ നോക്കാനൊന്നുമില്ല, കാരണം ഒറ്റ വാക്കേ കോമൺ ഉള്ളൂ. അത് നമുക്ക് വേണ്ടുന്ന ആൾ തന്നെയാണ്. അത് ഫിന്നാണ്. ഫുഡിന്റെ കോഡ് നിര എന്ത് വരും? ഫിൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ഫിന്നാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഫിൻ എന്നുള്ളതാണ്. ഇത് പക്ഷേ റോസ് ആണ്. ഇനി റോസിന്റെ കോഡാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതുകൊണ്ട് ഇവിടെ റോസ് ഉണ്ട്, ഇവിടെ റോസ് ഉണ്ട്. അപ്പൊ നോക്കി, ഇവിടെ രണ്ടിടത്ത് റോസ് മാത്രമല്ല കോമൺ ഉള്ളൂ. അപ്പൊ ഈ രണ്ടാമത്തിനകത്ത് മൂന്നാമത്തിനകത്ത് കോമൺ വരുന്നത് നോക്കി. ടൈ ഡിപ് സിഗ്, സിക് പാൻ ഫിൻ. സിഗ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു ചോദിച്ചിട്ടില്ല, ചോദിക്കുവാണെങ്കിൽ പറയാം. റോസിന്റെ കൂടെ എന്ത് വരും? സിഗ് എന്നുള്ള വരും. ഇനി വേറെ ആരെ കണ്ടുപിടിക്കാം? ആന്റിനെ കണ്ടുപിടിക്കാം. കാരണം റോസും ഫുഡും അങ്ങ് പോയില്ല. അപ്പൊ ആന്റിന്റെ പകരം എന്തായിരിക്കും? പാൻ എന്നുള്ളതായിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഡെലീഷ്യസോ റെഡോ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ അല്ലോ ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് പകരം ഇപ്പൊ ഡെലീഷ്യസിനും റെഡിനും പകരം പിന്നും ടിന്നും വരുമെന്നേ പറയാൻ പറ്റും. ഡെലീഷ്യസിന് ഏതാണ്, റെഡിന് ഏതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? അപ്പോൾ അവർ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതേ ചോദിക്കത്തുള്ളൂ. ഇവിടെ വരുന്ന ഓപ്ഷൻ സി ഫിൻ എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വരുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ടോപ്പിക് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് കരുതിക്കൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.